നമുക്ക് ആ ഹില്ലിൻ്റെ വ്യൂ കിട്ടില്ല കേട്ടോ. ആ സ്ലിപ്പിംഗ് ബുദ്ധ ചെറിയ രീതിയിൽ ക്ലിയറായി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. വണ്ടി ഇവിടെ വെച്ചിട്ട് കിടന്നുറങ്ങിയത്. താഴോട്ടാണെങ്കിൽ ഗ്രാമങ്ങളാണ്, നല്ല രസമാണ്. ഈ റോഡിലാണ് നമ്മൾ വന്നത്. എന്നാലും ഇത് കഴിഞ്ഞ് നേരെ പോയി ഓഫ് റോഡൊക്കെ ആയിട്ട് ചീലയിൽ കൂടി അങ്ങ് പോയി കേട്ടോ. അവിടെ ക്യാമ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വേറെ ഏതെങ്കിലും സ്പോട്ട് പിടിക്കണം, എന്താണ് പ്ലാന്. അട്ടയാണെങ്കിൽ നല്ല അട്ടയുണ്ട്. ഞാൻ ബൂട്ടെല്ലാം ഇട്ടിട്ടായിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അട്ടയുണ്ട്. ഇന്നലെ കുറേ കടി കണ്ടു. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു പ്രിക്കോഷൻ നല്ല രീതിയിൽ ബൂട്ടെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. നമ്മൾ കുടിവെള്ളം നിറക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞത് ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ താഴത്തെ ഗ്രാമങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പ് വയ്യ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ നിറക്കുക കേട്ടോ. വെള്ളം എന്നെല്ലാം പറഞ്ഞത് ഡിസ്ലേരി വാട്ടർ തോറ്റു പോകും, അത്ര ക്ലീൻ വെള്ളം കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. നല്ല കെട്ടിയിലും വെള്ളം, ഒരു കച്ചറില്ലാത്ത വെള്ളമാണ്. നമ്മളിന്ന് സിക്കിമിലെ മൂന്നാമത്തെ ദിവസം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ടൈറ്റാനിക് വ്യൂ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ് വൈബിലുള്ള റൂട്ടാട്ടോ, അടിപൊളി റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്തിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ ഡൈവേഴ്സിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടൈറ്റാനിക് വ്യൂ പോയിന്റ്, റലോങ്, നംലുങ്. ഓ, സ്ഥലങ്ങളെ പേരെല്ലാം കുറച്ച് കടുപ്പാട്ടോ. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. വന്ന വഴിയെല്ലാം നല്ല കാടാണ്, അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോട്ട് സ്പ്രിംഗ് പോയി കുളിക്കാം. നമ്മൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. റോഡൊന്നും ടാറിങ് ഒന്നും ഇല്ല, മറ്റേ പൊടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റക്കായിട്ടുള്ളത്. ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഇതാ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ ചെയ്യുക. പോകുന്ന വഴികളൊക്കെ അടിപൊളി കേട്ടോ. പോകുന്ന ഇത് കണ്ടോ, നല്ല രസം നോക്കിയ സ്കൈ എല്ലാം കാണാൻ. ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളാണ് ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം കാണാനുള്ളത്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ആ വ്യൂ പോയിന്റും ഫോട്ടോ കണ്ടിട്ട് അടിപൊളിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം എന്താ അവസ്ഥ എന്ന്. എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് കുറച്ചും കൂടി ഇല്ല കേട്ടോ. റോഡെല്ലാം കുറച്ച് മോശമാണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വില്ലേജാണ്. കുറച്ച് സ്റ്റെപ്പെല്ലാം കാണുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. വണ്ടി പോകുന്ന വഴി ഉണ്ടെന്ന് പറഞ്ഞേ. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരാൻ വെച്ചിട്ട്. ഫുൾ ടൈം ഇരിപ്പല്ലേ, ഇഷ്ടംപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറിപ്പോവാൻ. നല്ല ക്ലിയർ സ്കൈ, അടിപൊളി, ഒന്നും പറയാനില്ല. താഴോട്ട് നോക്കിയാൽ വലിയ ഓക്കെ കേട്ടോ. ഓ അയ്യോ, 3 പട്ടികൾ കയറുന്നുണ്ട് കേട്ടോ, പാവങ്ങൾ. എന്താ എൻ്റെ കാലും വയ്യാന്നതൊക്കെ, പാവം. എനിക്ക് വണ്ടിയിൽ നിന്ന് ബിസ്ക്കറ്റ് ഇടാ. ബാ, ഇത് വാട്ടർ ടാങ്കാന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു വാട്ടർ ടാങ്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഷീറ്റും കൊണ്ട്. നല്ല നീറ്റ് സ്കൈ അല്ലേ. ഇവനെ കണ്ടിട്ട് പാവം തോന്നി കേട്ടോ, പാവം. നടക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും നമ്മളിവിടെ സ്റ്റെപ്പെല്ലാം കയറി വന്നില്ല. അവരെൻഡിൽ നമുക്ക് പോയി നിൽക്കാം കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ വീണ് കഴിഞ്ഞാൽ താഴേക്ക് പോകും. ആ ഒരു പ്രശ്നമില്ല. എന്നാലും നടന്നിട്ട് വരാം. ഇതൊരു ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോലെ കേട്ടോ. ആൾക്കാർ ബിയറടിക്കാൻ കയറിഞ്ഞ. ഓ, ബിയറിൻ്റെ കുപ്പിയെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. താഴേക്ക് വീണാൽ പുഴയിലെ പോയി കിടക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. നല്ല സ്കൈ.
എന്ത് എന്ത് സ്നേഹമുള്ള പട്ടികളാന്ന് നോക്കി നമ്മൾ ഒന്നിച്ച് തന്നെ പാവങ്ങൾ. ചെക്കൻ 2 ബിസ്ക്കറ്റ് കൊടുക്കണം. നിന്നെയല്ല. വാ 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 വേമ്പ വേമ്പ കമാൺ. ഒരാളും കൂടി ഉണ്ടല്ലോ ഓടുതു. ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്ലാഗെല്ലാം കെട്ടിയിട്ടുണ്ട് ഇവിടെ. ആലോ ആലൊന്നല്ല, ആൽമരം ഇങ്ങനെയോ? ഇത് ആലൊന്നല്ല, വേറെന്താ ഒരു സ്പെഷ്യലല്ല. ബാ പോലെ വാ. കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കോട്ടാ. ഒരുത്തന് ഭയങ്കര ഡിമാൻഡാണ്. ഒരുത്തൻ 50-50 ഒന്നും തിന്നൂല. കയ്യും കൊണ്ട് പോവല്ലേ. വരില്ലാന്ന് തന്നെ. കൈക്കറി കടിക്കൂടാ. അങ്ങനെ നമ്മളിതാ ടൈറ്റാനിക് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. 2 വണ്ടി കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഗ്രില്ലെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ കൂടിയുള്ള വഴിയില്ലേ, ഈ വഴിയാണ് നമ്മൾ നേരത്തെ കയറി വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വണ്ടി എടുത്ത് വന്നേ കേട്ടോ. ആടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ എത്തുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ വെറുതെ എല്ലാ വഴിയും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നൈസ്. ഇതാണ് കേട്ടോ ടൈറ്റാനിക് വ്യൂ പോയിന്റ് പറയുന്നത്. രസമുണ്ട് കേട്ടോ. കുറച്ച് കാടിനുള്ളിലാണെങ്കിലും സംഭവം കൊള്ളാം. ചെറിയ മഴയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് വരാനുണ്ടെങ്കിലും സംഭവം കലക്കി. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കട്ടെ കേട്ടോ. പോകുന്ന വഴിക്ക് എന്താ ഉള്ളത് അറിയില്ല. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇനി ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാം. കാരണം കുറേ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ചെയ്യാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യൂല. മടി പിടിച്ച് അടക്കടക്കും. അതിലും നല്ലത് ചെറുത് അപ്പം അപ്ലോഡ് ചെയ്യുന്ന. കുറച്ച് രാവിലെ വരണ്ടായിരുന്നു. ചെറിയൊരു മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അടിപൊളി കേട്ടോ. നല്ല ലൊക്കേഷൻ. ആരുമില്ല, തിരക്കൊന്നുമില്ല. നമ്മൾ വന്ന സമയത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല കേട്ടോ. വളരെ കൂളായിട്ട് നമുക്ക് ഫോട്ടോയോ എന്താ വെച്ചെടുക്കാം. 20 റുപ്യ നമുക്ക് എൻട്രി ഫീ ഉണ്ട്. യെസ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. 2 ആളുകളുടെ വെയിറ്റിംഗ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പിന്നെ ബാക്കിലേ വരും. പാവങ്ങളെ തിന്നാൻ കിട്ടല്ലോ വെച്ചിട്ടാ. എന്ത് ചെയ്യാനാ. എന്നാ ബിസ്ക്കറ്റ് കൊടുത്തു. നല്ല നീറ്റ് ഗ്രാമല്ലേ, ഒരു കച്ചറയില്ല, വളരെ നീറ്റ്. നമുക്കിനി തിരിച്ചു പോകണം. വന്ന വഴി തന്നെ തിരിച്ചു പോകണം.
തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മളിതാ വേറൊരു ബൊലേറോ ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വണ്ടി കണ്ടിട്ട് ജസ്റ്റ് ചവിട്ടിയാണ്. മഞ്ചിലിൻ്റെ പേര് കേട്ടോ. സിക്കിമുള്ള വണ്ടി തന്നെയാണ്. സിക്കിം രജിസ്റ്റേർഡ് ആണ്. അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ എൻ്റെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ പറഞ്ഞാൽ ഞാൻ വണ്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആൾ ഒരു റൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓഫ് റോഡ് ബമ്പർ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. കൊള്ളാം, നൈസ് കളറ്. നമ്മളിവിടുന്ന് ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ ഹോം സ്റ്റേയിൽ വന്നേട്ടാ. നല്ല പൈൻ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി ഒരു കോട്ടേജാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരുപാട്. ആൾ കുറേ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്ത കേട്ടോ, എന്തായാലും വരണം എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ പേര്? ഹിമാലയൻ വ്യൂ എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ കേട്ടോ. ഇവിടുത്തെ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. നൈസ്. ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സ്റ്റേ ഒക്കെ ചെയ്യാം കേട്ടോ. ആൾ ഭയങ്കര അഡ്വഞ്ചർ എൻതുസിയാസ്റ്റാണ്. ഒരു ബൊലേറോ പ്രാന്തനും കൂടിയാണ്. ബൊലേറോ കണ്ടിട്ട് നമ്മൾ ചവിട്ടി കേട്ടോ. പോയപാടെ നമുക്ക് നല്ല ബിസ്ക്കറ്റും ചായലും തന്നിട്ടാ. കുറേ കാലമായി ഇങ്ങനെ ചായലും വെച്ച് കുടിച്ചിട്ട്. അപ്പോൾ ബിസ്ക്കറ്റും ചായലും അടിച്ച് എന്തായാലും 2 ദിവസം സ്റ്റേ ഒക്കെ അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ദിവസം സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കിടിലൻ റൂം തന്നിട്ടോ. അടിപൊളി വ്യൂ ആണ്. രാവിലെ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മുടെ കാഞ്ചൻജംഗയുടെ വ്യൂ കിട്ടും കേട്ടോ. ഇപ്പം കുറച്ച് അടഞ്ഞിട്ടാണ് കിടക്കുന്നത്. വ്യൂ അത്രയധികം കിട്ടുന്നില്ല. എന്തായാലും കിട്ടും. ഇതൊക്കെ പൈനാണ്. പൈൻ 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 പൈൻ. അടിപൊളി നൈസ് റൂം കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ റൂം എടുത്ത് നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നാട്ടോ. ഇല്ല, ഞാൻ വരില്ലായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞ് എനിക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം മതി, സമ്മതിച്ചില്ല. ഇതുപോലെയുള്ള കണ്ടുമുട്ടലാട്ടോ നമ്മളെ യാത്രയിൽ. എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഞാൻ എത്രയോ വീട്ടുകൾ നിന്നിട്ടുണ്ട്, എത്രയോ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഡിന്നർ സ്റ്റേ, അതുപോലെ നാളെ രാവിലെ ഒരു ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നാളെ രാവിലെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് ബിസിയാണ്. ഞാനിവിടുന്ന് എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ ഡിന്നറോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുടെ ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.